ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ ربك محظورا. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. إن الحمد لله والصلاة والسلام على أشرف المرسلين نبينا الحبيب محمد وآله ومن تبعهم بإحسان إلى يوم الدين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണെന്ന കാര്യം ഗൗരവപൂർവ്വം ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കേട്ടതുപോലെ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഖദാ ഖദർ എന്നുള്ളത്. ഒരു വിശ്വാസി ശരിക്കും അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടില്ല എങ്കിൽ അവന്റെ വിശ്വാസത്തിൽ കടന്നു വരാവുന്ന പാളിച്ചകൾ വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചിരുന്നു. എന്താണ് ഖദാ, എന്താണ് ഖദർ? ഈ വിഷയവുമായി നമുക്ക് അവലംബിക്കുവാനുള്ള മാർഗങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമാണ്. ആമുഖമായി ഞാൻ പറയാൻ കാരണം നമ്മുടെ ബുദ്ധി യുക്തി ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ എപ്രകാരം പറഞ്ഞുവോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എപ്രകാരം വിശദീകരിച്ചുവോ അവിടെ നിൽക്കുക എന്നതാണ് വിശ്വാസികൾക്ക് ഏറ്റവും കരണീയമായ മാർഗം. ഈ വിഷയം ഇങ്ങനെ പറയാനുള്ള കാരണവും, ഇത് കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പുല്ലേപ്പടി സൽഫി മസ്ജിദിൽ നടത്തിയ ഖുതുബകളുടെ സമാഹാരമാണ് ഈ വിഷയം. സാധാരണ അങ്ങനെ ഒരു ചോദ്യോത്തരത്തിന് അവസരം ഞാൻ മുമ്പ് പറയാൻ കാരണം, അതങ്ങനെ ചോദിച്ച് വലിയ ആളാകാൻ വിചാരിച്ചില്ല, മറിച്ച് ഇത് ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയം ഉണ്ടാവും. നിങ്ങൾ പറയും ഒരു മൗലവി അങ്ങനെ പറഞ്ഞു പോയി, പിന്നെ തിരിച്ചു ചോദിക്കാൻ ആളെ കിട്ടൂല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയത്തിൽ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് അവസരം കൊടുത്തപ്പോൾ വിഷയം അവസ്ഥ ഞാൻ തീർന്നു കഴിഞ്ഞപ്പോൾ ചോദ്യം ആരും ചോദിച്ചില്ല. അപ്പൊ ആ സംശയങ്ങൾ തീർന്നായിരിക്കും ഇത് തീരുക, വിഷയത്തോട് തീരുമ്പോൾ. കാരണം വളരെ എളുപ്പമുള്ളൊരു വിഷയവുമാണ്. അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗമല്ല, ഒരു ശരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്ന രൂപത്തിൽ ക്ലാസ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ. ആദ്യം കേട്ടിട്ട് ഇറക്കി ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവസാനം എഴുന്നേറ്റ് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം തുടക്കം മുതൽ ഇങ്ങനെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തരികയാണ്. ഖളാഉൻ ഖദറും എന്ന് പറഞ്ഞാൽ ഖള എന്ന പദത്തിന്റെ അർത്ഥം
വിധിച്ചു, കൽപ്പിച്ചു, നിർവഹിച്ചു എന്നൊക്കെയാണ്. കഥ കഴിച്ചു എന്നും പറയാം. ഖദർ എന്ന് പറഞ്ഞാൽ തോത്, നിശ്ചയം, തീരുമാനം, വിധി എന്നാണ്. അപ്പൊ ഖലാഉം ഖദറും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനവും അവന്റെ വിധിയും, അള്ളാഹുവിന്റെ തീരുമാനവും അവന്റെ വിധിയും, അവൻ തീരുമാനിക്കുന്നത് അവൻ നടപ്പിലാക്കുന്നതാണ് ഖലാഉം ഖദറും എന്ന് പറഞ്ഞാൽ. ഖലാ ഖദർ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വിശ്വാസി അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നബി പറഞ്ഞു, ഒരാൾ വിശ്വാസിയാകണമെങ്കിലുള്ള നിബന്ധന അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പ്രവാചകന്മാരിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യദിനത്തിലും വ തുഅ്മിന ബിൽ ഖദരി, ഖദറിലും നിങ്ങൾ വിശ്വസിക്കണം, ഖൈരിഹി വ ശർറിഹി, അതിന്റെ നന്മ തിന്മകളിൽ. അപ്പൊ ഖലാ ഖദറിന്റെ നന്മ തിന്മകളിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യന്റെ വിശ്വാസം അപൂർണമാണ് എന്നാണ്. എങ്ങനെയായിരിക്കണം ഖലാ ഖദർ വിശ്വസിക്കേണ്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖലാ ഖദറിൽ വിശ്വസിക്കാത്ത മനുഷ്യർ അഗ്നി ആരാധകരാണ്, മജൂസികളാണെന്നാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് കാണാൻ നബി പറഞ്ഞു, ഖലാ ഖദർ വിശ്വസിക്കാത്ത മനുഷ്യൻ മജൂസു ഹാദിഹിൽ ഉമ്മ, മുസ്ലിം സമൂഹത്തിലെ അഗ്നി ആരാധകരാണ് ഖദറിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ. അതുകൊണ്ട് ഫഇൻ മരിളു, ഈ ഖദറിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ എല്ലാവരും രോഗിയായി കിടക്കുന്നു നിങ്ങൾ കേട്ടാൽ ഫലാ തഊദൂഹും, നിങ്ങൾ അവരെ സന്ദർശിക്കാൻ പോകരുത്. വഇൻ മാതു, അവരാരെങ്കിലും മരണപ്പെട്ടാൽ ഫലം തശ്ഹദൂഹും, നിങ്ങൾ ജനാസക്ക് സാക്ഷികളാകാനും പോകാൻ പാടില്ല. അപ്പൊ ഖലാ ഖദറിനെ നിഷേധിക്കുന്ന, അതിനെ തന്റെ ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് അവർ മജൂസികളാണ്, അഗ്നി ആരാധകരാണ്. രോഗിയായാൽ അവരെ സന്ദർശിക്കുവാനോ മരണപ്പെട്ടാൽ അവരെ ജനാസക്ക് സാക്ഷിയാകാനോ വിശ്വാസിക്ക് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഖദറിലുള്ള നിഷേധം എപ്പോ കടന്നു വരുന്നുവോ അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയും ആ സമൂഹത്തിലേക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫി ഉമ്മത്തി ഖസ്ഫുൻ വ മസഖുൻ, എന്റെ സമൂഹത്തിൽ ഭൂകമ്പങ്ങളും രൂപമാറ്റലുകളും കടന്നു വരാം. വദാലിക ഫിൽ മുകദ്ദിബീന ബിൽ ഖദർ, അത് ഖലാ ഖദർ നിഷേധിക്കുന്നവരിലായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഖലാ ഖദർ നിഷേധിക്കുന്ന സമൂഹത്തില് ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും രൂപമാറ്റലുകളും കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇനി നമ്മൾ ഈ വിഷയം എങ്ങനെ വിശ്വസിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് ഇബ്നു സാബിത്തിനോടും ഉബയ്യ് ഇബ്നു കഅബിനോടും റളിയല്ലാഹു അൻഹും അവരോട് പറയുന്നതായി കാണാൻ സാധിക്കാം, ലൗ അൻഫഖത മിസ്ലു ഉഹദിൻ ദഹബ ഫീ സബീലില്ലാഹ്, സെയ്ദ്, ഉബയ്യ്, നീ ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, മാ ഖബ്ബറല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ, ആ നീ ചെലവഴിച്ച സ്വർണം അല്ലാഹു നിന്നെ സ്വീകരിക്കണമെങ്കിൽ നിനക്ക് ഖലാ ഖദറിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരിക്കണം. ഖലാ ഖദറിൽ വിശ്വാസമില്ലാത്ത മനുഷ്യൻ ഭൂമി നിറയെ സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ പോലും അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നബി പറയും, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ അസ്വാബക, നിങ്ങൾക്ക് ബാധിക്കുന്നതായ ഏതൊരു വിഷയവും ലം യകുൻ യുഖ്തിഅക, തെറ്റുപറ്റി നിങ്ങൾക്ക് വന്നതല്ല. വഅന്നമാ അഖ്തഅക, നിങ്ങൾക്ക് ലഭിക്കാത്തൊരു വിഷയം ലം യകുൻ യുസീബക, നിങ്ങൾക്കത് ലഭിക്കേണ്ടതായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. എങ്ങനെ ഖലാ ഖദർ വിശ്വസിക്കണം? നിങ്ങൾക്ക് ബാധിച്ച ഒരു വിപത്ത്, നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹം, അത് മറ്റാർക്കോ ലഭിക്കേണ്ടതായിരുന്നു, നിങ്ങൾക്ക് വഴിതെറ്റി വന്നതാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ലഭിക്കാത്തൊരു വിഷയം, അതെനിക്ക് ലഭിക്കേണ്ടതായിരുന്നു
എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം നിനക്ക് ബാധിച്ചത്, നിനക്ക് ലഭിച്ചത്, നിനക്ക് ലഭിക്കാത്തതൊക്കെയും അല്ലാഹു അവൻ ഉറപ്പായും നിനക്ക് നൽകാൻ വേണ്ടി മാത്രം തീരുമാനിച്ചതാണ്. അപ്പൊ നമുക്ക് ലഭിച്ചതൊക്കെയും നമുക്ക് ലഭിക്കാൻ വേണ്ടി അല്ലാഹ് തീരുമാനിച്ചതാണ്, മറ്റാരുടെയും കാരണം കൊണ്ട് വന്നതല്ല. അതുകൊണ്ട് വിശ്വാസി എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. കാരണം അത് നമുക്കായിരുന്നു ലഭിക്കേണ്ടതെങ്കിൽ നമുക്ക് തന്നെ ലഭിക്കുമായിരുന്നു. നമുക്ക് ലഭിക്കാൻ പാടില്ലാത്തൊരു കാര്യം അതൊരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. അങ്ങനെ നീ വിശ്വസിച്ചാൽ മാത്രമേ നിന്റെ ഖദാ ഖദറുള്ള വിശ്വാസം പൂർത്തിയാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതിന് ആമുഖമാണ്. ഇനി ഈ വിഷയത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സുണ്ടായിരിക്കേണ്ട ഒരു ചിന്തയുണ്ട്. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കേണ്ടതില്ല, വെറുതെ സൃഷ്ടിച്ചതല്ല. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരികയില്ല എന്നുമാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ മാത്രം ലക്ഷ്യമുള്ളൂ. 2, മനുഷ്യന് മാത്രമേ ഒരു മടക്കയാത്ര ഉള്ളൂ, തിരിച്ചുപോക്ക്. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ നാം അറിയാത്ത ഏതോ ഒരു ലക്ഷ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളത്. വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമികളെ നാം വെറുതെ സൃഷ്ടിച്ചതല്ല, ഒരു കളിയായിട്ട് തമാശയായിട്ട് അല്ല. പിന്നെ എന്തേ സൃഷ്ടിച്ചത്? ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഈ ആകാശ ഭൂമി ഒക്കെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ലിനബ്ലുവഹും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അതാ ലക്ഷ്യം. അയ്യുഹും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചവയാണ് ഇതൊക്കെയും. അപ്പോ ഈ ലോകം ഒരു മനുഷ്യനെ സംബന്ധിച്ച ഒരു പരീക്ഷണശാലയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണവും ജീവിതവും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്തിനാ? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആര് നന്നായി പ്രവർത്തിക്കുന്നു, ആരാണ് നല്ല ആളുകൾ, ആരാണ് മോശക്കാർ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒരു മാർഗമാണ് പരീക്ഷണങ്ങൾ എന്നുള്ള. ഇത് പറയുമ്പോൾ തോന്നും ഇത് വിശ്വാസിക്കൊന്നും ബാധകമല്ല എന്നാണ്. വിശ്വാസിയായി, മുഅ്മിനായി, മുസ്ലിമായി എന്ന് വിചാരിച്ചുകൊണ്ട് പരീക്ഷണം ഉണ്ടാകില്ല എന്നാണ് വിചാരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ 1-2 ആയത്ത്. അഹസിബന്നാസ്, ജനങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അയ്യുത്തറക്കൂ, നിങ്ങളെ ഒഴിവാക്കപ്പെടുമെന്ന്. അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, നിങ്ങളിതാ ഞങ്ങളിതാ മുഅ്മിനായി എന്ന് പ്രഖ്യാപിച്ചാൽ ഒരു പരീക്ഷണങ്ങളും അനുഭവിക്കാതെ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കേണ്ട എന്നർത്ഥം. മുഅ്മിനായി ഈമാൻ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ ഒരു പരീക്ഷണങ്ങളും ഒരു ദുരിതങ്ങളും ഒരു വിപത്തുകളും അനുഭവിക്കാതെ നിങ്ങളെ വെറുതെ ഞങ്ങൾ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ പൂർവീകരെ നാം ശരിക്കും പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാ പരീക്ഷിക്കുന്നത്? ഫയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, നിങ്ങളിൽ ആരാണ് സത്യസന്ധർ, ആരാണ് കപടന്മാർ എന്ന് തിരിച്ചറിയാനാണ്. അപ്പൊ അതോടൊരു വിഷയം അവസാനിച്ചു. നിങ്ങൾ ആരാണ് ഈമാൻ സത്യസന്ധമായി ഉൾക്കൊണ്ടിരിക്കുന്നത്, ആരുടെ മനസ്സിലാണ് കാപട്യം, ഈ കാപട്യവും സത്യസന്ധയും തിരിച്ചറിയാൻ വേണ്ടി
നെല്ലും പതിരും വേർതിരിയാൻ വേണ്ടി അള്ളാഹു ചെയ്തു വച്ച ഒരു സംവിധാനമാണ് പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ആരാണ് യഥാർത്ഥ വിശ്വാസി, ആരാണ് കപടൻ എന്നങ്ങോട്ട് എന്ത് ചെയ്യും? വേർതിരിയും. മനസ്സിലുള്ള അഴുക്കുകള്, കാപട്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം ശുദ്ധിയാക്കും. മറ്റൊരാഴ്ച മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീൻ, അല്ലാഹു വിശ്വാസികളെ വെറുതെ വിടില്ല. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീൻ, അല്ലാഹു വിശ്വാസികളെ വെറുതെ വിടില്ല. മാ അന്തു അലാ മാ അന്തും അലൈഹി, അവർ ഏതൊരു വിശ്വാസത്തിന്മേലാണോ നിലകൊള്ളുന്നത് ആ വിശ്വാസത്തിൽ അങ്ങനെ തന്നെ അല്ലാഹു വെറുതെ വിടില്ല. ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്, ആ നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിച്ചറിയാതെ. ഇപ്പൊ എന്തു മനസ്സിലായി? ഏറ്റവും കൂടുതൽ പരീക്ഷകൾ വരെ ആർക്കായിരിക്കും? വിശ്വാസികൾക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അശദ്ദുൽ ബലാഇ അൽ അംബിയാഉ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ്, നബി പറഞ്ഞു അശദ്ദുൽ ബലാഇ, ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ ലഭിക്കുക അൽ അംബിയാഉ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അതുപോലെ അല്ലാഹുവിലേക്ക് അടുത്ത ആൾക്കാർ. ലോകത്ത് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്മാർ. അവർക്കായിരുന്നു ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ച് കടന്നുപോയത്. എങ്ങനെയായിരിക്കും പരീക്ഷണങ്ങൾ വരിക? നബി പറയാണ്, വഇൻ കാന ദീനുഹു സുൽബൻ, ഒരു മനുഷ്യന്റെ ദീൻ, അവന്റെ മതം, അവന്റെ ഈമാൻ ഉറച്ചതാണെങ്കിൽ, ഉറച്ച ഈമാനാണെങ്കിൽ, ഇസ്തദ്ദ ബലാഉഹു, അവനുള്ള പരീക്ഷണങ്ങളും കാഠിന്യം കൂടും. വഇൻ കാന ഫീ ദീനിഹി റിഖ്ഖത്തൻ, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ അല്പസ്വല്പം ദുർബലതയുണ്ടെങ്കിൽ, ഉബ്തുലിയ അലാ ഹസ്ബി ദീനിഹി, അതനുസരിച്ച് അല്ലാഹു അവനെ പരീക്ഷിക്കുകയുള്ളൂ. അപ്പൊ നല്ല വിശ്വാസിയാണോ അപ്പോൾ പരീക്ഷണത്തിന്റെ കടുപ്പവും ഏറും. അല്ലാഹുവിലേക്ക് അടുക്കുകയാണോ പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഈ പറഞ്ഞ ഒരു ദുരിതവും ഒരു പരീക്ഷണവും ഇല്ല എങ്കിൽ അല്ലാഹുവിലേക്ക് യഥാർത്ഥത്തിൽ അടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. അല്ലാഹുവിലേക്ക് അടുക്കും തോറും അവനക്ക് ഇഷ്ടപ്പെടും തോറും നബി പറയുകയാണ്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഏതെങ്കിലും ഒരു സമൂഹത്തെയോ വ്യക്തിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇബ്തലാഹു, അല്ലാഹു അവരെ പരീക്ഷിക്കുകയില്ല, സൗകര്യങ്ങൾ കൊടുക്കുകയല്ല, അല്ലാഹു എന്ത് ചെയ്യും? അവരെ പരീക്ഷിക്കും. കാരണം എന്താ? അല്ലാഹു സ്വർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു അഴുക്കും ബാക്കിയാകാൻ പാടില്ല ഈമാൻ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ സ്വർണം ഉരുക്കുന്നത് കണ്ടില്ലേ? സ്വർണം തീച്ചൂളയിൽ ഉരുക്കിയാൽ അതിന്റെ അഴുക്കേ പോവുള്ളൂ, സ്വർണം ഉരുകൂല, അഴുക്കേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ വിശ്വാസ പരീക്ഷണങ്ങളാകുന്ന തീച്ചുവാളകൾ നമ്മളെ കേൾക്കുമ്പോൾ നമ്മളെ ഈമാനിലുള്ള, നമ്മുടെ വിശ്വാസത്തിലുള്ള ആ ദുർബലതയും അഴുക്കുകൾ നീങ്ങി നമ്മുടെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമായി കൊണ്ട് മാറി അവസാനം അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? അവനെ ഇഷ്ടപ്പെട്ട വ്യക്തിയായി സ്വീകരിക്കും. അതുകൊണ്ട് വിശ്വാസികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരിക. ഇനി കഥയിലേക്ക് തിരിച്ചു വരാണ്. ഇത് നിങ്ങൾ മനസ്സുണ്ടാകണം. എന്തിനാ സൃഷ്ടിച്ചത്? എന്താ ഇവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ എന്താണ്? ഖദർ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താണ് ഈ ഖദർ എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അലി റളിയല്ലാഹു പറഞ്ഞു, ത്വരീഖുൻ മുദ്ലിമുൻ ലാ തസ്ലുഖു, മനുഷ്യ, അന്ധകാരം നിറഞ്ഞൊരു വഴിയാണ്, നീ അങ്ങോട്ട് പ്രവേശിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പിന്നെ എന്നാലും ഒന്ന് പറഞ്ഞുതരാവോ? ബഹറുൻ അമീഖുൻ ലാ തലിജു, ആഴമേറിയ കടലാണ്, ഇറങ്ങല്ലേ. അപ്പോഴും വിട്ടില്ല. എന്നാലും ഒന്ന് പറഞ്ഞുതരാവോ? സിർറുല്ലാഹിൽ മക്തൂബ്, അല്ലാഹുവിന്റെ അതീവ രഹസ്യമാണ് അത്. ലാ യത്ലി അലൈഹി മലക്കുൻ മുഖറബ് വലാ നബിയ്യുൻ മുർസൽ, അല്ലാഹുവിലേക്ക് അടുത്ത മലക്കിനോ അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും അതിന്റെ രഹസ്യങ്ങൾ അറിയില്ല. ഇപ്പൊ ഖദ എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള ഒരു വഴിയാണ്.
അല്ലെങ്കിൽ ആഴമേറിയ ഒരു കടലാണ്. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ തിരിച്ചു കയറാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ, ചർച്ചകൾ, തെളിവില്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ ഈ വിഷയത്തിൽ പാടില്ല. ഇനി നമുക്കിതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായതാണെന്ന് വിചാരിച്ചോ? എന്ത് മനസ്സിലാക്കണം? സിറുല്ലാഹിൽ മക്തൂബ്, അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് മറച്ചു പിടിച്ച അവന്റെ രഹസ്യമാണ് ഖളാ ഖദർ എന്നുള്ളത്. അതോടെ അവസാനിച്ചോളണം. നമുക്ക് മനസ്സിലായതാ വിചാരിച്ചാൽ നമ്മുടെ ബുദ്ധിക്കുറവെന്നല്ലാതെ ആ വിഷയത്തിന്റെ കുറവല്ല. അതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധിക്കുറവ്. അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് മറച്ചു പിടിച്ച അള്ളാഹുവിന്റെ അതീവ രഹസ്യമാണ്. ലോകത്തെ ഒരു ശക്തികൾക്കും അള്ളാഹു അല്ലാതെ ആർക്കും അതിന്റെ പിന്നിലുള്ള യുക്തി അറിയുകയില്ല. ഇനി അള്ളാഹു ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ അതിനുള്ള ഉദ്ദേശം? നമുക്കും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ യഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെയും അവൻ ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹു മുക്കല്ലഫ് അല്ല എന്നർത്ഥം. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആളല്ല. നമ്മളൊക്കെ മുക്കല്ലഫീങ്ങളാ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്? സുപ്രീം പവറാണ്. ആ പവർ, ആ ശക്തിയായ അള്ളാഹുവിനെ അള്ളാഹു ഇഷ്ടമുള്ളത് ചെയ്യും. യഫ്അലുല്ലാഹു മാ യശാ, അവൻ ഇഷ്ടമുള്ളത് ചെയ്യും. അവന് തോന്നിയത് അവൻ ചെയ്യും. കാരണം എന്തേ? അവൻ അള്ളാഹു ആയതുകൊണ്ടാണത്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ശരിക്കും പഠിച്ചോ? അംബിയാ ലാ യുസ്അലു അമ്മാ യഫ്അലു, അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. വഹും യുസ്അലൂൻ, നിങ്ങളോടാണ് ചോദ്യപ്പാടുണ്ടാകുക. മനസ്സിലായോ? അള്ളാഹു ഒരു കാര്യം ചെയ്താൽ എന്തിനങ്ങനെ ചെയ്തു പാടില്ല, എന്തിനങ്ങനെ പ്രവർത്തിച്ചു ചോദിക്കാൻ പാടില്ല. അള്ളാഹു ഒരു കാര്യം ചെയ്താൽ അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യും. അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുള്ള അവകാശം സൃഷ്ടികളായ നമുക്ക് ഇല്ല. അപ്പൊ എന്തു അങ്ങനെ അള്ളാഹ് തോന്നിയതുപോലെ അങ്ങനെ ചെയ്യുവോ? ചെയ്യും. പക്ഷേ അതിന്റെ പിന്നിൽ നമുക്കറിയാത്ത ഒരു യുക്തിയും ലക്ഷ്യവും ഉണ്ടായിരിക്കും. ആ യുക്തിയും ലക്ഷ്യവും നമുക്കറിയാത്തത് നമ്മുടെ അറിവില്ലായ്മയാണെന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴായിട്ടൊരു പ്രവൃത്തി ലോകത്ത് ചെയ്യില്ല. നമ്മൾ ഇന്നെന്താ ഇപ്പം മഴ? നമുക്കറിയില്ല. അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അതിന് തിക്ത ഫലം അനുഭവിക്കും ചോദിക്കുന്ന ആൾ. അള്ളാഹു ഒരു കാര്യം ചെയ്താൽ തിരിച്ചു ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ തിക്ത ഫലം ഭൂമിയിൽ അനുഭവിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹദിയായ മറിയം ബിബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ അള്ളാഹു ആകാശത്ത് നിന്ന് ഒരു കാര്യകാരണ ബന്ധമില്ലാതെ ഭക്ഷണം മിഹ്റാബിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു മകനുണ്ടാകാൻ പോകുന്നു. മറിയം ബിബി ചോദിച്ചു, അന്നാലക്കി, എനിക്ക് മകനോ? എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ലല്ലോ, എനിക്കങ്ങനെ ഒരു മകനുണ്ടാകും? ഓഹോ. അള്ളാഹു പറഞ്ഞു, ഇറങ്ങിക്കോ പള്ളിന്ന്. പള്ളിന്ന് ഇറക്കി. ഗർഭിണിയായി. പറഞ്ഞു, ഇത്ര നാളും അള്ളാഹ് ഭക്ഷണം ഇറക്കി തന്നില്ലേ, ഇനി ഭക്ഷണം വേണമെങ്കിൽ ഈത്തപ്പനെ പിടിച്ച് കുലുക്കണം, തന്നെ ചാടൂല. വെള്ളം